നമസ്കാരം. നമ്മുടെ ഓണം ഇത്തവണ കെങ്കേമമായിട്ടാണ് കേരളം ആഘോഷിച്ചിട്ടുള്ളത്. വി.ഡി. സതീശൻ സർക്കാർ വന്ന ശേഷം എല്ലാ മേഖലകളിലും നല്ല ഉണർവാണ്. എല്ലാവരുടെ കൈവശവും അത്യാവശ്യം പണമുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് വലിയ തട്ടിപ്പ് നടന്നതിൻ്റെ ചില വിവരങ്ങൾ ക്രൈമിന് കിട്ടുന്നത്. ധാരാളം തട്ടിപ്പുകളെക്കുറിച്ച് ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. മുമ്പ് ഹൈറിച്ചിനെ കുറിച്ച് ഒരു വാർത്ത ചെയ്ത് പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിനെതിരെ പല കേസുകളുണ്ടായി. പിന്നീട് അദ്ദേഹത്തെ എൻഫോഴ്സ്മെൻറ്റ് തന്നെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അത് കോടാനുകോടി രൂപ തട്ടിപ്പായിരുന്നു, മണി ചെയിൻ തട്ടിപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ കൊണ്ടുവരുന്നത് ഒരു കോളേജ് പേരിൽ അൻവർ സാദത്ത് എന്ന് പറയുന്ന അതിൻ്റെ ചെയർമാൻ ഇത് പറഞ്ഞ് അതിന് ഒരാൾ നടത്തിയ ഞെട്ടിക്കുന്ന തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. കൊല്ലത്തുള്ള ഒരു കോളേജാണ് ട്രാവങ്കൂർ എഡ്യൂക്കേഷൻ സിറ്റി നിൽക്കുന്ന ട്രാവങ്കൂർ എഞ്ചിനീയറിംഗ് കോളേജ്. ആ ട്രാവങ്കൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന അൻവർ സാദത്താണ്. അദ്ദേഹം പല പ്രവാസി മലയാളികളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് തട്ടിപ്പ് നടത്തിയത്. ഏകദേശം 500 കോടിയിൽ മേലെ തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരമാണ് ക്രൈമിൻ്റെ മുന്നിലുള്ളത്. അതിൽ പല രേഖകളും എനിക്ക് എൻ്റെ കൈവശമുണ്ട്. ഇത് പ്രാഥമികമായിട്ട് ഞാൻ ഇനിയും ആരും തട്ടിപ്പിൽ പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇത്. തുടർന്ന് ഇദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഞാൻ പുറത്തുവിടും. കഴിഞ്ഞ പിണറായി സർക്കാർ കാലത്താണ് ഈ തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. ആരെങ്കിലും പരാതി കൊടുത്താൽ പിണറായി വിജയനുമായിട്ടും അവിടുത്തെ MLA ചിഞ്ചു റാണിയുമായിട്ടും അടുത്ത ബന്ധം പുലർത്തിയുന്ന ഇദ്ദേഹം അവരെ ഉപയോഗിച്ച് കേസുകളെല്ലാം ഇല്ലാതാക്കും. പോലീസ് യാതൊരു കേസും എടുക്കില്ല. അവസാനം പരാതിക്കാർ ജീവനും കൊണ്ട് ഓടേണ്ട ഗതികേട് വരും. അങ്ങനെയുള്ള പല സംഭവങ്ങളുമാണ് എൻ്റെ മുന്നിലുള്ളത്. ഈ സന്ദർഭത്തിൽ ഈ വാർത്ത ചെയ്യേണ്ട അവസ്ഥ ഇന്ന് ഈ ഓണ ദിവസം തന്നെ ചെയ്യേണ്ട അവസ്ഥ എന്ന് പറയുന്നു. ഒരു നിമിഷം പോലും നീ ഇദ്ദേഹത്തെക്കുറിച്ച് മിണ്ടാതിരുന്നാൽ ഇനിയും ധാരാളം ആളുകൾ ഇയാളെ ചതിയിൽ ചെന്ന് വീഴും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ അനധികൃതമായിട്ട് CBSE അംഗീകാരമില്ലാത്തൊരു ഹൈസ്കൂൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കോളേജിലെ പല കോഴ്സുകൾക്കും ഗവൺമെൻറ് അംഗീകാരമില്ല എന്നുള്ള വിവരമാണ് എനിക്ക് മുന്നിലേക്ക് വന്നത്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തട്ടിപ്പ് വൻതോതിലാണ് നടന്നിട്ടുള്ളത്. ട്രാവങ്കൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന പേരിലുള്ള ഈ സ്ഥാപനം അതിൻ്റെ ഉടമയായ അൻവർ സാദത്ത് നടത്തിയിട്ടുള്ളത് ചെറിയ തട്ടിപ്പല്ല, വലിയ തട്ടിപ്പാണ്. നമ്മളെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുന്നതിന് കാരണം ഭരണത്തിലിരിക്കുന്ന നേതാക്കന്മാർ ഇവർക്ക് തട്ടിപ്പിന് കൂട്ടി നിന്ന് കൊടുക്കുന്നു, അവർക്ക് കമ്മീഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ കൈവശം എന്ത് സംഭവം കൊണ്ടുകൊടുത്താലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ആ കള്ളന്മാരെ കൂടെ നിൽക്കും എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ്റെ സൗകര്യത്തോടുകൂടി പോലീസ് ഒന്നും ചെയ്യില്ല അഹങ്കാരത്തിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ തട്ടിപ്പെല്ലാം അരങ്ങേറിയിട്ടുള്ളത്. ചിഞ്ചു റാണി തോൽക്കാൻ കാരണം എന്താ? ആ നാട്ടിലെ ഇത്തരം തട്ടിപ്പുകാരോടൊപ്പം കൂടെ നിന്നുകൊണ്ടാണ്. ചിഞ്ചു റാണീൻ്റെ അടുത്തും പിണറായിക്കും പല ആളുകളും പരാതി കൊടുക്കുകയും കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നെ പ്രവാസി മലയാളികളായ ചിലർ വിളിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. പല സ്ഥലത്തുനിന്നും കടം വാങ്ങിയിട്ടാണ് ഇവിടെ ഷെയർ കൊടുക്കാം, ഈ ട്രാവങ്കൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ രേഖകളാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ തട്ടിപ്പ് വിവരനെ, ഈ അൻവർ സാദത്ത് എന്ന് പറയുന്ന തട്ടിപ്പ് വിവരനെ ലോകം മുഴുവൻ അറിയേണ്ടതുണ്ട്. ഈ തട്ടിപ്പിൻ്റെ തട്ടിപ്പിൽ ഇനി ഒരാൾ കുടുങ്ങിപ്പോകരുത്. മാത്രമല്ല തട്ടിപ്പിൽ കുടുങ്ങിയ ആളുകൾക്കെല്ലാം പണം തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇവിടെ ഞങ്ങൾ തുറക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോരാട്ടത്തിന് റെഡിയാണ്. കാരണം ഇതിൽ കൃത്യമായി പറഞ്ഞാൽ വളരെ ആസൂത്രിതമായ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഷെയർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഓരോന്നോരോന്നായി. ഇതേപോലെ ഇദ്ദേഹം നടത്തുന്നത് യത്തീംഖാനയുണ്ട്. അവിടെ പാവപ്പെട്ട പെൺകുട്ടികളെയാണ്, ആരുമില്ലാത്ത പെൺകുട്ടികളെയാണ് അവിടെ സൗകര്യം കൊടുത്ത് താമസിക്കുന്നത്. ഇതിനിടെ പേരിൽ കോടികൾ പിരിക്കുന്നുണ്ട് യത്തീംഖാനയുടെ പേരിൽ എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. അവിടെ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി, 13 വയസ്സുള്ള പെൺകുട്ടി ദുരൂഹമായി മരിക്കേണ്ടത്, ബലാത്സംഗം ചെയ്തതാണ് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരെല്ലാം പറയുന്നത്. അതിന് വളരെ ക്രൂരമായ രൂപത്തിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്ത. അത് ഒതുക്കപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. അതിനെപ്പറ്റിയുള്ള ഫുൾ വിവരങ്ങൾ ഞങ്ങൾ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും.
എന്തായാലും നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു അധോലോക മാഫിയ തലവൻ തന്നെയാണ് ഈ പറയുന്ന അൻവർ സാദത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ രംഗത്തുള്ള ബന്ധങ്ങൾ, ഭരണത്തിലുള്ള രംഗങ്ങളിലുള്ള ബന്ധങ്ങൾ, പോലീസ് ലെവലിലുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഗുണ്ടകളെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ തട്ടിപ്പിനിരയായ ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നത്. എന്നിട്ട് കള്ളക്കേസ് കൊടുത്ത് അവരെ അങ്ങോട്ട് കേസ് കൊടുക്കും, എന്നിട്ട് ഇങ്ങോട്ട് കേസ് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കേസ് കൊടുക്കും. ഈ വിധത്തിൽ എന്നിട്ട് പോലീസ് അവരെ കൂടെ നിൽക്കും. മുകളിൽ നിന്ന് പിണറായി വിജയൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ പിന്നെ പോലീസ് അങ്ങോട്ട് പാവപ്പെട്ട ഈ തട്ടിപ്പിനിരയായ ആളുകൾ ജീവനും കൊണ്ട് ഓടേണ്ട ഗതികേടാണ്. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാം. നന്ദി, നമസ്കാരം.